ഇവിടെ എല്ലാം നമ്മുടെ അല്ലേ? ഇവിടെ ഇതിന്റെ ഞാൻ കാണിക്കാം. ഇവിടിന്റെ പകുതി തൊട്ട് അങ്ങോട്ട് ലാസ്റ്റ് വരെ ഉണ്ട്. പിന്നെ കാവിന്റെ ഉള്ളിൽ കിടക്കുന്നതെല്ലാം ഞങ്ങളുടെ. ഇതിപ്പോ പിന്നെ നമ്മള് കൃഷി ചെയ്തിട്ടുണ്ട് നേരത്തെ. ഇത് നമ്മള് കൃഷി ചെയ്തോണ്ടിരുന്നു. എന്റെ പപ്പ ഇവിടെ വെച്ചാണ് മരിക്കുന്നത്. പുള്ളി അറ്റാക്ക് ആയിരുന്നു. പുള്ളിക്ക് വയലിനോട് വെച്ചായിരുന്നു. വീട്ടിൽ രാവിലെ വന്ന് ഇവിടെ വന്നു. ഇവിടെ ഒരു പയ്യനുണ്ട്, അവന്റെ മടി കിടന്നാണ് മരിച്ചത്. അത് ഷാർജയിലല്ലേ? ഇതിപ്പോ നമുക്ക് എത്ര ഏക്കറുകളുണ്ട് ഇവിടെ? ഞങ്ങൾക്ക് ഇവിടെ ഏകദേശം 6-7 ഏക്കറുണ്ടല്ലേ? ആദ്യമൊക്കെ കൃഷി ലാഭമായിരുന്നു അല്ലേ? ആദ്യമൊക്കെ പപ്പയല്ലേ നിങ്ങളെല്ലാം വെളിയിലായിരുന്നല്ലേ? അല്ല, ചെറുപ്പത്തിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ വന്ന് വെള്ളം മോട്ടറൊക്കെ അടിക്കാനും എല്ലാം ഞങ്ങളാ വന്നിരുന്നത്. പിന്നെ ഞങ്ങളങ്ങ് ഇപ്പം നെൽകൃഷി ഭയങ്കര ഡൗൺ ആയില്ലേ? നഷ്ടമല്ലേ? അതുപോലെ ഞങ്ങൾക്ക് അടിയാലിസിസ് ആയില്ലേ വെച്ചാൽ ഇത് ഞങ്ങൾക്ക് വിൽക്കാൻ പോയി കഴിഞ്ഞാൽ അതിന്റെ പകുതിയും അവർക്ക് കൊടുക്കേണ്ടി വരും. ഈ പണിയുന്നവർക്ക് കൊടുക്കണം. ഇനി കരയ്ക്കാണ്ട് ഇവർക്ക് അവർ വിറ്റത് നമ്മളന്ന് കൊടുത്തത് ഈ കരവസ്തുവൊക്കെ ഇവർക്ക് താമസിക്കാൻ കൊടുത്തതാണ്. അവരതെല്ലാം വിറ്റ് ഓരോരുത്തർക്ക് വിറ്റു. ഇപ്പോൾ ഒരു വന്ന് ആ തായ് വഴി വന്ന് ഒരുത്തനുണ്ട്. പിന്നെ എന്നാലും ഓണം ക്രിസ്മസ് ഒക്കെ വരുമ്പോഴും വരും. അപ്പൊ ഈ കുടിയാന്മാരെന്നുള്ളതല്ലേ? അപ്പൊ അതിന് പകുതിയുള്ള അവർക്ക് നമ്മള് ഒരു തവണ ഇത് ഇപ്പം കൃഷി നമ്മൾ വേറെ ആൾ ലയിപ്പിച്ചേക്കല്ലേ? പാട്ടത്തിനോടല്ലേ? അത് നമുക്ക് പ്രോഫിറ്റുള്ളതാണോ? ഒന്നും വലിയ ബെനിഫിറ്റ് ഒന്നുമില്ലേ? അതിൽ നിന്ന് കൃഷി ചെയ്യുന്നൊന്നും നമുക്ക് ഗവൺമെന്റിൽ നിന്നൊന്നും അല്ലേ? സബ്സിഡി കിട്ടില്ലേ? ഓക്കെ. മയക്കുഴിയാണ് നിന്നെ പറയുന്നത്? മയിൽക്കോഴിയില്ല. ഇത്
Bye.